ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പുരാതനമായി കണക്കാക്കപ്പെടുന്നതാണ് വേദങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതിൽ വിശിഷ്ടമായതും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നതും ഋഗ്വേദമാണ്. കേരളത്തിലെ വേദജ്ഞരുടെ പാണ്ഡിത്യമളക്കുന്ന വേദപരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. കേരളത്തിലെ 2 ബ്രഹ്മസമഠങ്ങളായ തിരുനാവായ മഠവും തൃശൂർ മഠവും തമ്മിൽ നടക്കുന്ന വേദോച്ചാരണ പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. ഇത് കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് നടത്തിവരുന്നു. ഇവിടെ കേരളത്തിലെ വേദം പഠിക്കുന്നത് നമ്പൂതിരിമാരാണ്. അതിൽ തൃശ്ശൂർ യോഗമെന്നും തിരുനാവായ യോഗമെന്നും ഇന്നത്തെ ഭാഷയിൽ പറയുന്ന 2 യൂണിവേഴ്സിറ്റി, അതിൽ അവരാണ് ഇതിൽ പങ്കെടുക്കുക. പക്ഷേ അവർ പറയുന്നത് 1-ാം അധ്യായത്തിൽ 10-ാമത്തെ വർഷത്തിൽ 10-ാമത്തെ അത് ഋത്തുകളെ പോയത് 10 ഋത്താണ്. പുതിയ തലമുറയ്ക്ക് അന്യമാകാതിരിക്കാൻ അന്യോന്യത്തിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സഖായോ ദീർഘജിഹ്വം ദീർഘജിഹ്വ്യാമിതി ദീർഘാജിഹ്വം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നാരായണൻ, തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ സംസ്കൃത അധ്യാപകനാണ്. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള കടവല്ലൂർ അന്യോന്യം തൃശ്ശൂർ തിരുനാവായ യോഗക്കാർ തമ്മിലുള്ള ഒരു മത്സരമാണ്. കേരളത്തിലെ ഋഗ്വേദ പാരമ്പര്യമനുസരിച്ച് തൃശ്ശൂർ, തിരുനാവായ എന്നിങ്ങനെ 2 യോഗത്തിൽപ്പെട്ടവരാണ് വേദപണ്ഡിതന്മാർ. അവർ തമ്മിൽ ഈ ഋഗ്വേദത്തിലുള്ള പാണ്ഡിത്യത്തിൻ്റെ മാറ്റുരയ്ക്കലാണ് കടവല്ലൂർ അന്യോന്യത്തിൽ നടക്കുന്നത്. ഇതിൽ ക്രമപാഠം അഥവാ വാരമിരിക്കൽ എന്നുള്ള ഒരു പ്രയോഗം, പിന്നെ ജട, രഥ എന്നിങ്ങനെ ഋഗ്വേദത്തിലെ 3 പ്രയോഗങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം വാരമിരിക്കൽ ആരംഭിക്കുന്നു. അതിനുശേഷം രാത്രി ഭക്ഷണ സമയത്താണ് ജട അല്ലെങ്കിൽ രഥ പ്രയോഗിക്കുന്നത്. 8 ദിവസങ്ങളിലായി നടന്നു വരുന്ന ഈ പരിപാടിയിൽ തൃശ്ശൂർ തിരുനാവായ യോഗക്കാർ ഓരോ ദിവസവും മാറി മാറി പ്രയോഗിക്കുന്നു. 1-ാമത്തെ ദിവസം തിരുനാവായ യോഗക്കാർ പ്രയോഗിക്കുകയാണെങ്കിൽ 2-ാമത്തെ ദിവസം തൃശ്ശൂർ യോഗക്കാർ. അങ്ങനെ 8 ദിവസം അവർ മാറി മാറി അവരുടെ കഴിവുകൾ തെളിയിക്കുന്നു. ഇതാണ് ഈ അന്യോന്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇവർ തിരുനാവായ യോഗക്കാരാണ് പ്രയോഗിക്കുന്നത് എങ്കിൽ അവർ പ്രയോഗിക്കേണ്ട ഭാഗം ഏതാണ് എന്ന് നിർദ്ദേശിക്കേണ്ടത് തൃശ്ശൂർ യോഗക്കാരാണ്. അതുപോലെ തിരിച്ചും. ഇങ്ങനെയുള്ള ഒരു വേദപരീക്ഷയുടെ സമ്പ്രദായമാണ് കടവല്ലൂർ അന്യോന്യം. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവപൃഥ്വിജം ഹോതാരം രത്നധാതമം ഇഷേത്വോർജേത്വാ ഭാജവസ്ഥോപാജവസ്ഥദേവോ വസ്സവിതാ പ്രാർപ്പയതു ശ്രേഷ്ഠതമാജകർമ്മണ ആപ്യായധ്വമഗ്നിരാദേവ ഭാഗമൂർജസ്വതീ പയസ്വതീ.